ധർമ്മസ്ഥലയിൽ ഒരു വനിതാ സാക്ഷി കൂടി ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് കണ്ടതായി മൊഴിയുണ്ട്. നിലവിലെ സാക്ഷി മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടെന്നും മൊഴിയുണ്ട്. വിവരങ്ങളുമായി സരീഷ് പി കെ ആണ് ചേരുന്നത്. സരീഷ്, ഒരു വനിതാ സാക്ഷിയുടെ മൊഴിയാണ് ഇപ്പോൾ വരുന്നത്. എന്താണ് ഇതിൽ നിർണായകമാകുന്ന കാര്യങ്ങളുള്ളത്? ഇതിൽ നിലവിലെ സാക്ഷി മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടെന്നും ഒരു നിർണായക മൊഴി എത്തുന്നു. എന്താണ് വിവരങ്ങൾ? ചില സംശയങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ പറക്കുന്നതിനിടയിലാണ് ഈ നിലവിലെ പോലീസിന്റെ സാക്ഷി, അതായത് 13 പോയിന്റുകൾ മാർക്ക് ചെയ്തിരുന്ന സാക്ഷി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നൊരു പ്രദേശവാസിയായ സ്ത്രീ തന്നെ SITക്ക് മൊഴി നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: വർഷങ്ങൾക്ക് മുൻപ് തന്റെ വീട്ടിന് സമീപത്ത്, അതായത് ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്, ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിന്റെ പുറകുവശത്തായി ഒരു മൃതദേഹം കുഴിച്ചിടുന്നത് ഈ നിലവിലെ സാക്ഷി മൃതദേഹം കുഴിച്ചിടുന്നത് താൻ കണ്ടിട്ടുണ്ട്. ആ കുഴിച്ചിട്ട ശേഷം അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വരികയും വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തു. താൻ വെള്ളം നൽകിയിരുന്നു. ആ വെള്ളം ഉപയോഗിച്ച് അദ്ദേഹം വെള്ളം കുടിക്കുകയും പിന്നീട് ആ മുഖവും തലയും കഴുകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്നും തിരിച്ചുപോയി എന്നാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ വർഷങ്ങൾ പഴക്കമുള്ളത് കൊണ്ട് തന്നെ എവിടെയാണ് ഈ സ്ഥലം, അതായത് ഈ മൃതദേഹം കുഴിച്ചു മൂടിയ യഥാർത്ഥ സ്ഥലം തനിക്ക് പറഞ്ഞു നൽകാനാവില്ല. പക്ഷെ എന്തായാലും താൻ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ മൃതദേഹം സംസ്കരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും കൂടുതൽ സാക്ഷികൾ, അതായത് നിലവിലെ ഭീം എന്ന് പറയുന്ന പോലീസിനെ സഹായിക്കുന്ന സാക്ഷി മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് കൂടുതൽ പ്രദേശവാസികൾ പറയുകയും ആവശ്യമെങ്കിൽ SITയെ സഹായിക്കാൻ, അതായത് ഈ സ്ഥലങ്ങൾ കണ്ടെത്താൻ SITയെ സഹായിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും നിർണായകമായ, അതോടൊപ്പം തന്നെ നിലവിലെ സാക്ഷിക്ക് അനുകൂലമായ ഒരു മൊഴി കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരി സരീഷ്.